വാർത്ത. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിലും സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലാണ്. പ്രധാന റൂട്ടുകളിൽ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം കുത്തനെ കുറഞ്ഞു. ജില്ലയിൽ പ്രിയദർശിനി സർവീസ് നടത്തുന്നത് 180 ബസ്സുകളിലാണ്. നഷ്ടം നികത്താൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഈ മാസം 10 മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരമാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. വിദ്യാർത്ഥികൾക്ക് 3 രൂപ കൺസെഷൻ ടിക്കറ്റ് നടപ്പാക്കാനുള്ള നീക്കവും ശക്തമാണ്. 25,000 രൂപ ലഭിച്ചിരുന്ന കോഴിക്കോട് മാനന്തവാടി സർവീസുകൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 11,000 രൂപയാണ്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദീപക് മോഹൻ ചേരുന്നു. ദീപക്, ആ കണക്കുകൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ശോഷിച്ച് വരുന്നു. ഒരു സംവിധാനം അങ്ങ് ഇല്ലാതായി പോകുന്നു. റോഷ്നി, അതായത് വയനാട് ജില്ലയിൽ 3 ഡിപ്പോകളാണ് KSRTCക്കുള്ളത്. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി. പക്ഷേ സ്വകാര്യ ബസ്സുകൾ വയനാട്ടിലെ ഗ്രാമീണ മേഖലകളിലേക്കൊക്കെ തന്നെയുണ്ട്. ഈ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടുകൂടി 120ഓളം സർവീസുകൾ വയനാട് ജില്ലയിൽ തന്നെ സൗജന്യമായി നൽകുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണാം, മാനന്തവാടി 4 മൈൽ വഴി, പനമരം 4 മൈൽ വഴി മാനന്തവാടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിനകത്തൊക്കെ തന്നെ നിരവധി സ്ത്രീ യാത്രക്കാരുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ മാനന്തവാടിയിലേക്കുള്ള സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്. ആ ബസ്സിനകത്ത് ആ ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ഈ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഇവിടെ നിറഞ്ഞു കിടന്നിരുന്ന ഒരു സ്വകാര്യ ബസ് തയ്യാറായി നിൽക്കുന്നതായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്നൊരു KSRTC ബസ് എത്തിയത്. ആ ബസ്സിനകത്തേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങി ഓടി കയറുന്നൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് ഇത് ചേരിയൻകൊല്ലി മാനന്തവാടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിനകത്ത് നിരവധി സ്ത്രീ യാത്രക്കാരുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്വകാര്യ ബസ്സുണ്ട്. ആ ബസ്സിലും ഇത്തരത്തിൽ ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ വയനാട് ജില്ലയിൽ 500ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നത്. ആ സ്വകാര്യ ബസ്സുകൾ വരുമാന നഷ്ടമുണ്ടായതിനെ തുടർന്നാണ് അവർ നേരത്തെ ജില്ലാ കളക്ടറുമൊക്കെയായി ചർച്ച നടത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് മാനന്തവാടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിനകത്ത് ആളുകൾ വളരെ കുറവാണ്. സീറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ പുരുഷന്മാരാണ് ഇരിക്കുന്നത്. സ്ത്രീകൾ ഏറ്റവും അധികം ആളുകളുള്ളത് KSRTC ബസ്സുകളിലാണ്. നേരത്തെ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച അത് വിജയം കണ്ടില്ല. ഇപ്പോൾ 1 രൂപ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുത്തിരുന്നത് തിങ്കളാഴ്ച മുതൽ 3 രൂപ വാങ്ങുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം പല ബസ്സുകളും ലാഭകരമല്ലാത്തതിനാൽ സർവീസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന് G-ഫോം ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ തീരെ ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KSRTC ബസ്സുകൾ ഗ്രാമീണ മേഖലകളിലേക്കൊക്കെ കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് സ്വകാര്യ ബസ് മേഖല എന്ന് പറയുന്നത്. ദിവസ വേതനവും അതോടൊപ്പം ഡീസൽ ചെലവടക്കം ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ബസ് ഉടമകൾ ഇപ്പോൾ നേരിടുന്നത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം KSRTC ബസ്സും സ്വകാര്യ ബസ്സും 2 വാഹനങ്ങളും അടുപ്പിച്ച് തന്നെ നിർത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാനന്തവാടിയിലേക്ക് ഒരു KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും വന്നു കഴിഞ്ഞാൽ KSRTC ബസ്സിലേക്ക് കൂടുതൽ ആളുകൾ കയറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഇത് ഇവിടെ ഉള്ള ഒരു അബ്ദുള്ളൊക്കെയാണ്. നമ്മൾ വാഹനങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളല്ലേ. ഇപ്പൊ എന്താ സ്ഥിതി വെച്ചിട്ടുണ്ട്? ആളുകളൊന്നും കയറുന്നില്ല. കാരണം ഒക്കെ പ്രിയദർശിനിയാണ് കാത്തിക്കുന്നത്. ഞാൻ അവിടെ പോയി ചോദിച്ച് പറഞ്ഞു പ്രിയദർശിനി വെറ്റെന്ന് അവർ പറയുന്നത്. ഒരു 10 രൂപയുടെ ടിക്കറ്റ് പോലും കയറുന്നില്ല. ഇവിടുന്ന് പഴയ സ്റ്റാൻഡിലേക്കുള്ള ആളുകൾ കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? സർക്കാർക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര പൈസ? ഇപ്പോൾ ഒരു 800 രൂപ കിട്ടുന്നുള്ളൂ. വണ്ടികൾ കുറവാണ്. ഇപ്പോൾ മുമ്പ് ഒരു 1000 രൂപ കിട്ടീനി, ഇപ്പം ഇല്ല. ഒരു 200 രൂപേൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ തൊഴിലാളിയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മുൻപ് 1000 രൂപയൊക്കെ വരുമാനം കിട്ടിയിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് വരുമാനം ഇല്ല എന്നാണ് പറയുന്നത്. എന്താ പ്രിയദർശിനി പദ്ധതിയെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രിയദർശിനി പദ്ധതിയും വളരെ നല്ല പദ്ധതിയാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതിയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പ്രതിസന്ധിയില്ല. അത് എല്ലാ റൂട്ടിലും ഇപ്പോൾ സ്വകാര്യ ബസ് KSRTC ബസ് ഓടുന്നില്ലല്ലോ. ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓരോ കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്ക് അവർ നല്ല വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നേരത്തെ ഒരു തീരുമാനത്തിൽ എത്തുവാൻ വേണ്ടി ജില്ലാ കളക്ടർ അടക്കം സ്വകാര്യ ബസ് തൊഴിലാളികളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ച വിജയം കണ്ടില്ല എന്നുള്ളതാണ്. ഏതായാലും സെപ്റ്റംബർ ഈ വരുന്ന 10-ാം തീയതിയോടുകൂടി തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരവും ഒപ്പം സർവീസുകളും നിർത്തുന്നതിലേക്ക് സ്വകാര്യ ബസ് മേഖല പോകും എന്നാണ് ഇപ്പോഴുള്ള തീരുമാനം. അതോടൊപ്പം തിങ്കളാഴ്ച മുതൽ 1 രൂപ കൺസെഷൻ വാങ്ങിയിരുന്നത് 3 രൂപ കൺസെഷൻ വാങ്ങുവാനും തീരുമാനമായിട്ടുണ്ട്. റോഷ്നി, അതാണ് വയനാട്ടിലും സ്ഥിതി ഗുരുതരമാണ്. അവരെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ട്. ഇപ്പോൾ ആ സ്വകാര്യ ബസ് ജീവനക്കാരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പാവം തോന്നുന്നു. എന്ത് ചെയ്യാനാണ്? ആകെ കിട്ടുന്ന പൈസയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എങ്ങനെ ജീവിക്കാനാണ് ആ പൈസ കൊണ്ട്?